പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കും. രാവിലെ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകിയേക്കും. എന്നാൽ പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പി ആർ സുനിലുണ്ട്. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പി ആർ സുനിൽ, നല്ല മഞ്ഞുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഡൽഹിയിൽ? കനത്ത ഉടൽമഞ്ഞാണ്, വിസിബിലിറ്റിയൊക്കെ കുറവാണെന്ന് തോന്നുന്നു രാവിലെ നിൽക്കുന്നത് കണ്ടിട്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു മഞ്ഞിന്റെ അവസ്ഥ? നമുക്ക് രാഷ്ട്രീയ പതിനു ശേഷം പറയാം. അരുൺ, മഞ്ഞ് അത്രയില്ല, എന്നാലും ഇന്ന് മൂടൽ മഞ്ഞുണ്ട്. ഇന്ന് വിസിബിലിറ്റിക്ക് അത്ര വലിയ പ്രശ്നമില്ല. കാരണം പക്ഷേ നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോൾ കാണാം നല്ല മഞ്ഞുള്ളത് പോലെ തോന്നും. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്രത്തോളം ഇല്ല. പക്ഷേ നല്ല തണുപ്പുണ്ട്. തണുപ്പ് കുറഞ്ഞു വരികയാണ്, കാലാവസ്ഥ മാറി വരികയാണ്. ഇനി ഡൽഹി പോകുന്നത് ഒരു വസന്തകാലത്തിലേക്കാണ്. ഒരുപക്ഷെ വിനോദസഞ്ചാരികൾക്കൊക്കെ തന്നെ ഡൽഹിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അത് മാർച്ച് മാസത്തോടെയാണ്. ഇവിടെ മുഗൾ ഗാർഡൻ തുറന്നിട്ടുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികൾക്കൊക്കെ വന്ന് ഡൽഹി ആസ്വദിക്കാവുന്ന, ഡൽഹിയുടെ സൗന്ദര്യം ആസ്വദിക്കാവുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി വാർത്തയിലേക്ക് എത്തിയാൽ, ഈ ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിശ്ചയിച്ച സമയത്ത് പ്രസംഗിക്കാതെ പോകുന്നത്. ഇന്നും പ്രധാനമന്ത്രി നയപ്രഖ്യാപനത്തിന്മേൽ പ്രസംഗം നടത്താൻ സഭയിൽ വരും. പക്ഷേ പ്രതിപക്ഷം കടുപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷത്തിലാണെങ്കിൽ ഉയർത്താൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. നരവനയുടെ പുസ്തകത്തിൽ ഉചിതമായത് ചെയ്യൂ എന്ന് കരസേനാ മേധാവിയോട് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ ഒളിച്ചോടിയ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷം തൊലിയുരിച്ചു കാട്ടി. ഇന്നലെ പാർലമെന്റിന് പുറത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി നരവനയുടെ പുസ്തകം 4 Stars of Destiny വായിക്കുന്നത് കണ്ടു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇതിപ്പോൾ ഇൻഡോ US കരാറിലെ ഒളിച്ചുകളി, കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. സഭ മൊത്തത്തിൽ ഇന്നും അലങ്കോലപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചാണ്. പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനെങ്ങാനും പറ്റാതെ വരുമോ പി ആർ സുനിൽ? അരുൺ, ഏതായാലും ലോക്സഭയിൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ലഭിക്കുന്ന സൂചന അനുസരിച്ച് ലോക്സഭയിൽ ഇനി പ്രധാനമന്ത്രി ഒരു മറുപടി പ്രസംഗം നടത്തില്ല എന്നതാണ്. അതേസമയം രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അവിടെയായിരിക്കും ഒരുപക്ഷെ ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയാൻ പോകുന്നത്. അപ്പോൾ ലോക്സഭയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കാതെ പോകുന്നത്. ഏതായാലും BJP ഇപ്പോൾ ആരോപണം കടുപ്പിക്കുന്നത് പ്രതിപക്ഷാംഗങ്ങൾ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊരു പദ്ധതിയിട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ വന്നത്. വനിതാ അംഗങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് ചുറ്റും വളയം തീർത്തു. അവിടെ പ്രധാനമന്ത്രിയെ ഖരാവോ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നൊക്കെയാണ് BJP ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ആ രീതിയിലേക്ക് ഇതിന്റെ ഒരു ചർച്ചകൾ മാറ്റാൻ BJP ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളും തന്നെയായിരിക്കും ഇന്നും പാർലമെന്റിൽ കാണാൻ പോകുന്നത്. ഏതായാലും ഇന്ന് രാജ്യസഭയിൽ മറുപടി പറയുമ്പോൾ പ്രധാനമന്ത്രി എന്തൊക്കെ ആക്രമണം നടത്തും എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാർലമെന്റിൽ കാണുന്ന സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിനെതിരെ തിരിയുക, കോൺഗ്രസിനെതിരെ ഏത് രീതിയിലായിരിക്കും വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും ഒരു പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് നിശ്ചയിച്ച സമയത്ത് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നത്, അതല്ലെങ്കിൽ സമയമൊക്കെ വൈകാറുണ്ട്, പക്ഷേ ആ പ്രസംഗം മുടങ്ങി എന്ന് പറയുന്നത് തീർച്ചയായും ഇത് ആദ്യമായിട്ടായിരിക്കും. ഏതായാലും പ്രതിപക്ഷം പറയുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് പാർലമെന്റിൽ സംസാരിക്കാൻ അവകാശമില്ല, പിന്നെ എങ്ങനെ പ്രധാനമന്ത്രി സംസാരിക്കും, പ്രധാനമന്ത്രിക്ക് മാത്രം എന്ത് പ്രിവിലേജ് എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. ആ തരത്തിൽ വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിഷികാന്ത് ദുബൈക്ക്, BJP അംഗം നിഷികാന്ത് ദുബൈക്ക് ഇന്നലെ സംസാരിക്കാൻ കൊടുത്ത സമയമെന്നത്. നിഷികാന്ത് ദുബൈ ഇന്നലെ പാർലമെന്റിനകത്ത് ചിത്ര സുബ്രഹ്മണ്യന്റെ ബോഫേഴ്സ് ഗേറ്റ് എന്ന പുസ്തകം ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. ഫാലിയസ് നരിമാന്റെ ബിഫോർ മെമ്മറി ഫെയ്ഡ് എന്ന് പറയുന്ന പുസ്തകം ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിനെ വലിയ തോതിൽ വിമർശിക്കുന്നു, കോൺഗ്രസ് കാലത്തെ അഴിമതിയെക്കുറിച്ച് പറയുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് നിഷികാന്ത് ദുബൈ, BJP അംഗം നിഷികാന്ത് ദുബൈ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു പുസ്തകം പാർലമെന്റിനകത്ത് റെഫർ ചെയ്യാൻ പറ്റില്ല, ആ പുസ്തകത്തിലെ വാക്കുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പക്ഷേ BJP അംഗത്തിന് എന്തും ചെയ്യാം എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ സ്പീക്കർക്ക് ഇപ്പോൾ പ്രതിപക്ഷം പരാതി നൽകിയിട്ടുണ്ട്. BJP അംഗം നിഷികാന്ത് ദുബൈയെയും സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും സസ്പെൻഷനിലായി 8 കോൺഗ്രസ് MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധ ധർണയും നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധ കാഴ്ചകളും തിളച്ചുമറിയുന്ന പാർലമെന്റിലെ സാഹചര്യവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ജെഫ്രി എപ്സ്റ്റീന്റെയും ഒക്കെ ചിത്രം വെച്ചുള്ള ബാനറുമായിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത് നടുത്തളത്തിൽ. അപ്പോൾ അസാധാരണ നീക്കങ്ങളും പ്രതിഷേധ കാഴ്ചകളും ഇന്നും തുടരും. താങ്ക് യു പി ആർ സുനിൽ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിവരങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഡൽഹിയിലും തിളച്ചുമറിയുകയാണ് കേട്ടോ സഭാതലം.
നമ്മുടെ സംസ്ഥാനത്തും പക്ഷേ അതിനേക്കാൾ ഇരട്ടിയാണ്, വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി സഭയ്ക്ക് ഉള്ളിലും സഭയ്ക്ക് പുറത്തും ഉന്നയിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഒരുപക്ഷെ ചരിത്രം സൃഷ്ടിക്കുമെന്നറിയില്ല, പ്രധാനമന്ത്രിക്ക് സഭയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അതൊരു ചരിത്രമാവുകയും ചെയ്യും. പ്രതിപക്ഷം ശക്തമാണ്, എണ്ണത്തിൽ അവർ കുറവല്ല എന്നതറിയാമല്ലോ. കാത്തിരുന്ന് കാണാം. ഇത് ഗൗരവമുള്ള വിഷയങ്ങളാണ് കേട്ടോ, ഇത് രണ്ടും. നമുക്കതിനോട് പൂർണ്ണമായിട്ടും പ്രതിപക്ഷത്തോട് ചേർന്ന് നിൽക്കേണ്ട സമയമാണ്. അതിൽ കൃത്യമായ ഉത്തരം നൽകണം. പ്രത്യേകിച്ച് ഇൻഡോ US കരാറിന്റെ കാര്യത്തിൽ എന്താണ് ഡീൽ? പറയൂ, അത് നമ്മൾ അറിയണമല്ലോ.